ഹലോ, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഹർത്താലും കാര്യങ്ങളൊക്കെ? നാളെ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത്? നാളെ എന്താണ് ഇതിൻ്റെ ഇന്ന് നടത്തിയ ഹർത്താലിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ദിവസങ്ങളിലോ മാസങ്ങളിലോ നമുക്കറിയാൻ പറ്റുമോ? അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഹർത്താൽ കൊണ്ട് നഷ്ടം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇന്ന് നടത്തിയ ഹർത്താലിൻ്റെ ബെനിഫിറ്റ് നമുക്ക് വേണ്ടേ? അപ്പോൾ ബെനിഫിറ്റ് നമ്മൾ അറിയണ്ടേ? അത് ഇന്ന് അറിയിക്കും, ആരറിയിക്കും, എപ്പോൾ കിട്ടും, ആ നീതി എപ്പോൾ കിട്ടും? അത് നോക്കണ്ട, ആരും നോക്കണ്ട, കിട്ടാനേ പോണില്ല. പിന്നെ ഒരു പ്രയാസമാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹർത്താലും ബന്ധും ഭാരത് ബന്ധമൊക്കെ സംഘടിപ്പിക്കുന്നത്? അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. ഈ പാവപ്പെട്ടവരെന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ്? അത് ഓട്ടോ തൊഴിലാളികൾ, മീൻ കച്ചവടക്കാർ, പിന്നെ കടയിൽ നിൽക്കാൻ പോകുന്നവർ, അങ്ങനെ ചെറിയ പലചരക്ക് കടക്കാർ തുടങ്ങിയ ചെറിയ ചെറിയ എന്താ പറയുക രീതിയിൽ അന്നത്തെ അന്നത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് വൈകുന്നേരം വീട്ടിൽ വന്ന് ബീവറേജ് പോയി 2 സാധനം എടുത്തുകൊണ്ടൊന്ന് അടിച്ച് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് പാവപ്പെട്ടവർ. ഇത് ആരെയാണ് ബാധിക്കുന്നത് ഈ ഹർത്താലും ബന്ധുവൊക്കെ? അത് ഈ പാവപ്പെട്ടവരെ തന്നെ. അപ്പം പിന്നെ ഇതെങ്ങനെ ഇവർക്ക് വേണ്ടി ബെനിഫിറ്റ് ആവുന്നത്? അത് പക്ഷേ ചോദിക്കരുത്. അത് ചോദിക്കുക. അവരും ബാധിക്കപ്പെടണം. അവരും കൂടെ ബാധിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് സമരങ്ങൾ ചെയ്ത് എല്ലാം നേടിയെടുക്കാൻ കഴിയൂ. പക്ഷേ ഇന്ന് ഈ ചെയ്ത സമരത്തിൽ നിങ്ങൾ എന്താണ് നേടിയെടുത്തതെന്ന് ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഇന്ന് നടത്തിയ ഡേറ്റിൽ ഇന്ന് നടത്തിയ ഭാരത് ബന്ദിൻ്റെ ബലം കൊണ്ടാണ് ഇന്ന് ഞങ്ങളിവിടെ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഈ നിയമം ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് പറയാനുള്ള ആർജവമുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാണിക്കുമെന്ന്. ഇന്ന് മീൻ കച്ചവടക്കാരെയും പിന്നെ ഓട്ടോ തൊഴിലാളികളെയൊക്കെ കൊടികുത്തി വിരട്ടി പേടിപ്പിച്ച് ജീവന് ഭയം കൊണ്ടാണ് അവരെ കടച്ചിട്ട് പോയത്. മനസ്സിലായില്ലേ? അവർക്ക് കൊണ്ടായ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വലുത് തന്നെയാണ്. പിന്നെ നഷ്ടങ്ങൾ ബാധിക്കപ്പെടണം, സമരങ്ങളിലൂടെയാണ് നമ്മളെല്ലാം നേടിയെടുത്തതെന്ന് നിങ്ങൾ പറഞ്ഞ് ഇനിയിപ്പോൾ തള്ളി മറിക്കാൻ നിൽക്കേണ്ട. അങ്ങനെയാണെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളായ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ലുലുവിൻ്റെ ഒപ്പം പോയി കൊടികുത്താറുണ്ട്? നെക്സ്റ്റ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ അതുപോലെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തികളുള്ള വരുമാനങ്ങളുള്ള എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഒരാളെ കണ്ടില്ലല്ലോ അതിൻ്റെ പഠിക്കലൊന്നും. നേതാക്കന്മാരിന്ന് കാറിപ്പോകുന്നുണ്ടല്ലോ. അവരെ തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ അനുകൂലികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കാറിപ്പോകാം. അതൊരു തന്തയില്ലായ്മയില്ലേ ആ പരിപാടി കാണിക്കുന്നത്? ഇപ്പോൾ ബാധിക്കപ്പെടുന്നവർ പിന്നെ സമരം വേണം. അത് ബാധിക്കപ്പെടുന്നവർ എപ്പോഴും സാധാരണപ്പെട്ട ആൾക്കാരായിരിക്കും. കുത്തക മുതലാളിമാരും കോർപ്പറേറ്റുകളും വലിയ വലിയ സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തിയുള്ളവരെന്ന് നിങ്ങൾ കൊടിയും കുത്തൂല, ഒരു തേങ്ങയും കുത്തൂല. മനസ്സിലായില്ലേ? അവർക്കൊന്നും ബാധിക്കപ്പെടണ്ട. ഈ ഓട്ടിക്കാൻ പോകുന്നവരും ടാക്സിയിൽ പോകുന്നവരും പിന്നെ എന്താ പറയുക പിന്നെ കടയിൽ നിൽക്കാൻ പോകുന്നവരും ചെറിയൊരു പലചരക്ക് കടയായിരിക്കും. അവിടെ ചിലപ്പോൾ 2 പേരായിരിക്കും, 2 സ്ത്രീകളായിരിക്കും ജോലിക്ക് പോകുന്നത്. അങ്ങനെയുള്ള സാധാരണപ്പെട്ട ആൾക്കാരെ മാത്രം നിങ്ങൾ കൊടി കുത്തി പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പിന്നെ ഇടതുപക്ഷ അനുകൂലിയാണ്. പക്ഷേ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ കാണിക്കുന്ന പരിപാടിക്ക് വെറും പൊട്ടത്തരമാണ് കേട്ടോ. ഇതൊക്കെ ഈ പരിപാടിക്ക് നിർത്താനുള്ള സമയം കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ചെയ്ത സമരത്തിൻ്റെ പിന്നെ എന്താ പറയുക ബെനിഫിറ്റ്, ഞങ്ങൾ ഇന്ന് ഡേറ്റിൽ ചെയ്ത സമരത്തിൻ്റെ ബെനിഫിറ്റാണ് ഇന്നത് എന്ന് പറഞ്ഞ് നാളെ ഒരു സമയത്ത് കാണിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത സമരത്തിന് ഞാനും ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ബൈ, കാണാം. കഷ്ടോടെ നിർത്തിക്കൂടെ ഈ പരിപാടിയൊക്കെ.